യേശു പറഞ്ഞ കാണാതായ നാണയം, ദ പാരബിൾ ഓഫ് ദ ലോസ്റ്റ് കോയിൻ. യേശു ഇപ്രകാരം പറഞ്ഞു, അല്ലെങ്കിൽ 10 വെള്ളിനാണയമുള്ള ഒരു സ്ത്രീക്ക് അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ അവൾ വിളക്ക് കൊളുത്തി വീട് തൂത്തുവാരി അത് കിട്ടുവോളം ജാഗ്രതയോടെ തിരയുകയില്ലേ? അത് കിട്ടിയാലോ അവൾ കൂട്ടുകാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എന്റെ നാണയം കിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിക്കുവിനെന്ന് പറയും. ഉപമയുടെ സാരം. ഈ കഥ പറഞ്ഞതിനു ശേഷം യേശു അതിന്റെ ആത്മീയ സത്യം വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: അതുപോലെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ഉപമ നൽകുന്ന പ്രധാന പാഠങ്ങൾ: അന്വേഷണത്തിലെ ജാഗ്രത. കാണാതായ ആടിന്റെ ഉപമയിൽ ഇടയൻ പുറത്തുപോയി തിരയുന്നതുപോലെ ഇവിടെ സ്ത്രീ വീടിനുള്ളിൽ വിളക്ക് തെളിയിച്ച് ഓരോ കോണും തൂത്തുവാരി വളരെ ശ്രദ്ധയോടെ തിരയുന്നു. നഷ്ടപ്പെട്ട ഒരു ആത്മാവിനെ കണ്ടെത്താൻ ദൈവം അത്രമേൽ ആഗ്രഹിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിലപ്പെട്ടത്. അക്കാലത്ത് ഒരു സാധാരണ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു വെള്ളി നാണയം, ദ്രാക്മ എന്നത് വലിയ മൂല്യമുള്ളതായിരുന്നു. ഓരോ മനുഷ്യനും ദൈവത്തിന് അത്രമേൽ വിലപ്പെട്ടവനാണെന്ന് ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. വെളിച്ചം. വിളക്ക്. ഇരുട്ടിൽ കിടക്കുന്ന നാണയം കണ്ടെത്താൻ വെളിച്ചം ആവശ്യമാണ്. ദൈവവചനമാകുന്ന വെളിച്ചത്തിലൂടെ മാത്രമേ പാപത്തിൽ നഷ്ടപ്പെട്ട ആത്മാവിനെ കണ്ടെത്താൻ കഴിയൂ എന്നൊരർത്ഥവും ഇതിനുണ്ട്. സമൂഹത്തിന്റെ സന്തോഷം. നാണയം കിട്ടുമ്പോൾ സ്ത്രീ ഒറ്റയ്ക്കല്ല സന്തോഷിക്കുന്നത്, മറിച്ച് അയൽക്കാരെയും കൂട്ടുകാരെയും വിളിച്ചുകൂട്ടി ആ സന്തോഷം പങ്കിടുന്നു. ഇത് ഒരു പാപി മടങ്ങി വരുമ്പോൾ സ്വർഗത്തിൽ ഉണ്ടാകുന്ന വലിയ ആഘോഷത്തെ സൂചിപ്പിക്കുന്നു.